ഹലോ നമസ്കാരം. എൻ്റെ പുതിയ C#.NET വീഡിയോ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ സീരീസിൽ ഞാൻ മെയിനായിട്ട് ഈ C#.NET ബിഗിനർ ലെവൽ മുതൽ അഡ്വാൻസ് ലെവൽ വരെയുള്ള എല്ലാ ടോപ്പിക്സ് ഇൻക്ലൂഡിംഗ് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുന്നുണ്ടാവും. സോ C#.NET എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഇതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതായത് .NET ഫ്രെയിംവർക്കിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് C#.NET. സോ ഫസ്റ്റ് നമുക്ക് ഈ C#.NET വേണ്ടിയിട്ടുള്ള വിഷ്വൽ സ്റ്റുഡിയോ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് പോകേണ്ട ലിങ്കാണ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഞാനത് കമൻറ്റ് ബോക്സിൽ ഞാനത് ഉൾപ്പെടുത്താം. വിഷ്വൽ സ്റ്റുഡിയോ .microsoft.com നമുക്ക് ഫസ്റ്റ് ലേറ്റസ്റ്റ് വിഷ്വൽ സ്റ്റുഡിയോ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇതാണ് വിഷ്വൽ സ്റ്റുഡിയോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഇവിടെ നിന്നാണ് നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോയുടെ ലേറ്റസ്റ്റ് വേർഷൻ ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരികയാണെങ്കിൽ നമ്മളിവിടെ 2-3 ഓപ്ഷൻസ് കാണാം. വിഷ്വൽ സ്റ്റുഡിയോ കോഡ്, വിഷ്വൽ സ്റ്റുഡിയോ ഫോർമാറ്റ്. ഇതിൽ വിഷ്വൽ സ്റ്റുഡിയോ ആണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. വിഷ്വൽ സ്റ്റുഡിയോയുടെ അടിയിലായിട്ട് നമുക്ക് ഡൗൺലോഡ് വിഷ്വൽ സ്റ്റുഡിയോ എന്ന് പറയുന്നൊരു ഓപ്ഷനും അതിനകത്ത് പിന്നെയും 2-3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് കമ്മ്യൂണിറ്റി, പ്രൊഫഷണൽ, എൻ്റർപ്രൈസ്. കമ്മ്യൂണിറ്റി അല്ലാതെ ബാക്കി രണ്ടെണ്ണം പെയ്ഡ് വേർഷനാണ്. അത് നമ്മൾ നോക്കണ്ട. കമ്മ്യൂണിറ്റി വേർഷനാണ് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കമ്മ്യൂണിറ്റി വേർഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് സോഫ്റ്റ്വെയർ നമ്മുടെ ഡൗൺലോഡഡ് ഫോൾഡറിൽ അത് ഡൗൺലോഡായിട്ട് വരും. അത് നിങ്ങൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഓൾറെഡി വിഷ്വൽ സ്റ്റുഡിയോ എൻ്റെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാൻ ഒന്നുകൂടി ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്യുന്നതിനിടയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂവോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ വരികയാണെങ്കിൽ എൻ്റെ മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ അയക്കാം. മെയിൽ ഐ ഡി ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. ആ ഡൗട്ട്സോ ഒന്നുകിൽ ഞാൻ വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഞാൻ മെയിലായിട്ടോ നിങ്ങൾക്ക് ഞാൻ റിപ്ലൈ ചെയ്ത് തരുന്നതായിരിക്കും. വിഷ്വൽ സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇനി നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോ എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്നും അതിനകത്തൊരു പുതിയ പ്രോജക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും നോക്കാം. അതിനായിട്ട് ആദ്യമേ നമ്മൾ സെർച്ച് ബാറിൽ വിഷ്വൽ സ്റ്റുഡിയോ ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ലേറ്റസ്റ്റ് വെർഷനായ വിഷ്വൽ സ്റ്റുഡിയോ 2019 സെലക്ട് ചെയ്യുക. ഇവിടെ നിന്ന് നമുക്കൊരു പുതിയ പ്രോജക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. എന്നിട്ട് റൈറ്റ് സൈഡിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് കണ്ടുള്ള ഒരു 4 ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്രിയേറ്റ് ന്യൂ പ്രോജക്റ്റ്, ഇതാണ് നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോയിൽ ഒരു പുതിയ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഓപ്ഷൻ. അപ്പോൾ ക്രിയേറ്റ് ന്യൂ പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇതാണ് പ്രോജക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്ന വിൻഡോ. വിഷ്വൽ സ്റ്റുഡിയോ അല്ലെങ്കിൽ .NET ഫ്രെയിംവർക്കിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോജക്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ലൈക്ക് വെബ് ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, വിൻഡോസ് ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, കൺസോൾ ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആസ് എ ബിഗിനർ നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു കൺസോൾ ആപ്ലിക്കേഷൻ .NET ഫ്രെയിംവർക്കിലാണ്. കൺസോൾ ആപ്ലിക്കേഷൻ .NET ഫ്രെയിംവർക്ക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ സെർച്ച് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. ഇത് ഒരു പ്രോജക്റ്റ് കോൺഫിഗറേഷൻ പേജാണ്. നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ കിട്ടുന്ന നെക്സ്റ്റ് പേജാണ് കോൺഫിഗറേഷൻ യുവർ ന്യൂ പ്രോജക്റ്റ്. ഇതിനകത്ത് നമ്മുടെ പ്രോജക്റ്റിൻ്റെ പേര് മൈ ഫസ്റ്റ് കൺസോൾ ആപ്പ്, അതോടൊപ്പം തന്നെ നമ്മൾ ലൊക്കേഷൻ, അതായത് ഈ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോജക്റ്റ് ഏത് ലൊക്കേഷനിലാണ് സേവ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ ക്രിയേറ്റ്. ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ .NET ഫ്രെയിംവർക്ക് തന്നെ കുറച്ച് ബേസിക് ഫയൽസ് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്ത് തരും. ആ ഫയൽസ് ഏതൊക്കെയാണെന്ന് അറിയണമെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡിൽ സൊല്യൂഷൻ എക്സ്പ്ലോറർ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഡീഫാൾട്ട് ഫയൽസ് എന്തൊക്കെയാണ് ജനറേറ്റ് ചെയ്തതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ തന്നെയാണ് നമ്മളിപ്പോൾ ഒരു പുതിയ ഫയൽസ് ക്രിയേറ്റ് ചെയ്താലും അത് ഇവിടെ തന്നെയായിരിക്കും കാണാൻ കഴിയുക. ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ സൊല്യൂഷൻ എക്സ്പ്ലോറർ ഇവിടെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ go to view solution explorer. സൊല്യൂഷൻ എക്സ്പ്ലോററിൽ മെയിനായിട്ട് നമുക്കൊരു സൊല്യൂഷൻ ഫയൽ കാണാൻ പറ്റും. ഈ സൊല്യൂഷൻ്റെ അണ്ടറിലായിരിക്കും പ്രോജക്റ്റ് വരിക. ഇതിനെ പ്രോജക്റ്റ് എന്നാണ്. ഒരു സൊല്യൂഷൻ ഉണ്ടാവും, അതിനകത്ത് ഒരു പ്രോജക്റ്റ് ഉണ്ടാവും. സൊല്യൂഷൻ ഒന്ന് മാത്രമേ കാണത്തുള്ളൂ. നമ്മുടെ ഒരു
ആപ്ലിക്കേഷന് ഒരു സൊല്യൂഷൻ ഫയൽ മാത്രമേ കാണത്തുള്ളൂ. പക്ഷേ ഇപ്പോൾ ഇവിടെ ഒരു പ്രോജക്റ്റ് മാത്രമേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ മൾട്ടിപ്പിൾ പ്രോജക്ട്സ് ഈ സൊല്യൂഷനെ വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് ഇപ്പം നോക്കണ്ട, അത് ഞാൻ ഗോയിങ് ഫോർവേഡ് ഞാനത് പറയാം. അപ്പോൾ ഈ സൊല്യൂഷനെ വെച്ച് ഇപ്പോൾ ഒരു പ്രോജക്റ്റ് ഉണ്ട്. ആ പ്രോജക്റ്റിനകത്ത് കുറച്ച് ഫയൽസ് ഉണ്ട്. അതിൽ program.cs ഇതാണ് നമ്മുടെ സ്റ്റാർട്ടപ്പ് ഫയൽ. ഈ ഫയലിനകത്ത് ബൈ ഡീഫാൾട്ട് കുറച്ച് ലൈൻ ഓഫ് കോഡ്സ് ഉണ്ട്. ഇതിൽ കുറച്ച് ആവശ്യമില്ലാത്ത പോലെ ആവശ്യമുള്ളതാണ്. അത് നമുക്ക് പിന്നീട് നമുക്കത് എഴുതാം. ഇപ്പോൾ ഞാനത് ഡിലീറ്റ് ചെയ്തു. നമുക്ക് ഇപ്പോൾ തൽക്കാലം നമുക്കുള്ളതിന് ആവശ്യമുള്ള ലൈൻസ് ഓഫ് കോഡ് മാത്രമേ ഞാൻ അതിനകത്ത് വെച്ചിട്ടുള്ളൂ. ഈ ലൈൻസ് ഓഫ് കോഡ് നോക്കുവാണെങ്കിൽ ആദ്യമേ ഒരു നെയിം സ്പേസ് കാണാം. ഓക്കെ, നെയിം സ്പേസിനകത്ത് ഒരു ക്ലാസ് കാണാം. ക്ലാസ്സിനകത്ത് ഒരു മെത്തേഡ് ഉണ്ട്. നെയിം സ്പേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്ന എല്ലാം കൂടെ ഒരുമിച്ച് ഗ്രൂപ്പിൽ ഒരുമിച്ചാക്കി നമ്മൾ നെയിം സ്പേസിനകത്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു നെയിം സ്പേസ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ക്ലാസ്സസ്. ഇപ്പോൾ ഒരു ക്ലാസ് ഉണ്ട്, ഒരു ക്ലാസ് കൂടെ ഉണ്ടെങ്കിലും നമുക്ക് നെയിം സ്പേസിനകത്ത് ഇടാൻ പറ്റും. അപ്പോൾ നെയിം സ്പേസ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ക്ലാസ്സസ് ആണ്. ക്ലാസ്സസ് മാത്രമല്ല, ഇപ്പം ഇവിടെ ക്ലാസ്സസ് മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ക്ലാസ് മാത്രം പറയുന്നത്. ക്ലാസ് അല്ലാതെ സ്ട്രക്ചർ ഉണ്ടാവാം, ഇന്റർഫേസ് ഉണ്ടാവും, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ടാവും. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നീട് അടുത്ത് വരുന്ന ക്ലാസ്സുകളിൽ ഞാൻ പറയാം. ഇപ്പോൾ നെയിം സ്പേസ് ഇതൊരു ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് നെയിം സ്പേസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെയിം സ്പേസ് ഈസ് കളക്ഷൻ ഓഫ് ക്ലാസസ്. ഓക്കെ, അപ്പോൾ ഒരു നെയിം സ്പേസ് ഉണ്ടാവും. നമ്മുടെ എല്ലാ ഫയൽ ഒരു നെയിം സ്പേസ് ഉണ്ടാവും. നെയിം സ്പേസിനകത്ത് ഒരു ക്ലാസ് ഉണ്ടാവും. ഈ ക്ലാസ്സിനകത്തായിരിക്കും നമ്മുടെ കോഡ് എഴുതുന്നത്. ഓക്കെ, ഇവിടെ ഈ ക്ലാസ്സിനകത്ത് ഒരു ഡീഫാൾട്ട് മെത്തേഡ് ഉണ്ട്, സ്റ്റാറ്റിക് വോയിഡ് മെയിൻ. ഇതൊരു ഫംഗ്ഷനാണ്. അപ്പോൾ നെയിം സ്പേസ് ഉണ്ട്, അതിനകത്തൊരു പ്രോഗ്രാം ഉണ്ട്, അതിനകത്ത് ഒരു മെത്തേഡ് ഉണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് എങ്ങനെ നമ്മൾ പ്രോഗ്രാം എഴുതും എന്ന് നോക്കാം. അത് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത്, ഞാൻ എൻ്റെ പേര് പ്രിന്റ് ചെയ്യിക്കാനുള്ള കോഡാണ് എഴുതാൻ പോകുന്നത്. ഓക്കെ, പ്രിന്റ് ചെയ്യിക്കണമെങ്കിൽ .NET-നകത്ത്, അതായത് C# അതിനൊരു സിന്റാക്സ് ഉണ്ട്. അതായത് സിസ്റ്റം .console. ഇതൊരു കൺസോൾ ആപ്ലിക്കേഷനാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് റിസൾട്ട് പ്രിന്റ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു കൺസോൾ വിൻഡോയിലായിരിക്കും. കൺസോൾ എന്താണെന്ന് അറിയാമല്ലോ, ഒരു കമാൻഡ് വിൻഡോ ആണ്. കൺസോൾ .writeLine my first console application. Okay, so system.console.read. ഞാനിത് എന്താ ചെയ്തതെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ഒരു നെയിം സ്പേസ്, അതിനകത്തൊരു ക്ലാസ്, അതിനകത്ത് ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷനകത്താണ് ഇപ്പോഴും നമ്മുടെ ലൈൻ ഓഫ് കോഡ് ഒരു ഫംഗ്ഷനകത്തായിരുന്നു. ഇപ്പോൾ ഒരു ബൈ ഡീഫാൾട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അതിനകത്താണ് ഞാൻ എൻ്റെ കോഡ് ചെയ്തേക്കുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ console.writeLine എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ കൺസോളിനകത്തോട്ട് ഈ കൊടുത്തേക്കുന്ന മെസ്സേജ് റൈറ്റ് ചെയ്ത് കാണിക്കും. അതായത് നമ്മുടെ കൺസോൾ വിൻഡോ, കമാൻഡ് വിൻഡോയ്ക്കകത്ത് ഈ മെസ്സേജ് കാണിക്കും. നമ്മളുടെ C#-നകത്ത് ഒരു സിന്റാക്സ് ഉണ്ട്. അതായത് ആ സിന്റാക്സ് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. അത് ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ നെയിം സ്പേസ് എഴുതിയപ്പോൾ നമ്മളൊരു ഓപ്പൺ ബ്രേസ് ഇട്ടു, ഒരു ക്ലോസ് ബ്രേസ് ഇട്ടു. ഇതിനകത്താണ് നമ്മൾ ക്ലാസ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ക്ലാസ്സിനൊരു ഓപ്പൺ ബ്രേസ് ഉണ്ട്, ഒരു ക്ലോസ് ബ്രേസ് ഉണ്ട്. ഓക്കെ, സ്റ്റാറ്റിക് വോയിഡ്, ഈ ഫംഗ്ഷൻ നോക്കിയാൽ ഒരു ഓപ്പൺ ബ്രേസും ഉണ്ട്, ക്ലോസ് ബ്രേസും ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരു ലൈൻ എൻഡ് ചെയ്യുമ്പോൾ നമ്മൾ സെമിക്കോളൻ മസ്റ്റാണ്. ഇത്രയും കാര്യങ്ങൾ നോക്കണം. ഇത് അല്ലെങ്കിൽ സിന്റാക്സ് എറർ ഉണ്ടാവും. കാരണം സിന്റാക്സ് എറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല, അഥവാ റൺ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം സപ്പോസ് ഞാൻ ഈ ലൈൻ ഇട്ടില്ല, അപ്പം തന്നെ ഇവിടെ നമുക്ക് റെഡ് ലൈൻ ക്വിക്ലി വിൽ ബി ഗെറ്റിംഗ് എക്സ്പെക്റ്റഡ്. ഇപ്പോൾ ഞാൻ സെമിക്കോളൻ ഇട്ടില്ലെങ്കിൽ തന്നെ അവിടെ എറർ ആയിരിക്കും എക്സ്പെക്റ്റഡ്. അത് നമുക്ക് ക്ലിയർ ആയിട്ട് ആ മെസ്സേജ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ
കൺസോളിനകത്ത് മൈ ഫസ്റ്റ് കൺസോൾ ആപ്ലിക്കേഷൻ പ്രിന്റ് ചെയ്യണം. ഇനി ഇതെങ്ങനെ നമുക്ക് റൺ ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അതിനായിട്ട് റൺ എന്ന് പറയുന്ന ഒരു ആരോ കീ സ്റ്റാർട്ട് ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്ത് റൺ ആയിട്ട് വരും. ഇതാണ് കൺസോൾ വിൻഡോ. ഇവിടെ മൈ ഫസ്റ്റ് കൺസോൾ ആപ്ലിക്കേഷൻ, അതായത് ഞാൻ ഇവിടെ എന്താണോ കൊടുത്തത് അതിവിടെ പ്രിന്റ് ചെയ്ത് തരും. ഓക്കെ, സോ ഇവിടെ ഞാൻ 2 ലൈൻ ഓഫ് കോഡ് കൊടുത്തു. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനിത് സ്റ്റോപ്പ് ചെയ്തു. ഞാൻ ഈ ലൈന് ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും നോക്കാം. അതായത് ഈ ലൈന് എനിക്ക് മാറ്റണം. അതായത് എനിക്ക് ഡിലീറ്റ് ചെയ്യാതെ നമ്മുടെ ആപ്ലിക്കേഷനകത്ത് കമൻറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് കമൻറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈൻ ഒരിക്കലും നമ്മുടെ കമ്പൈൽ ചെയ്യത്തില്ല. ഇത് ജസ്റ്റ് ഒരു കമൻറ്റ് പോണക്ക് നിൽക്കത്തേ ഉള്ളൂ. ഇപ്പോൾ ഈ കമൻറ്റ് ചെയ്യുന്ന ലൈന് സിൻറ്റാക്സ് എററൊന്നും ബാധകമില്ല, സിൻറ്റാക്സ് ഇല്ലാതെ നിൽക്കും. കാരണം ഇത് ജസ്റ്റ് കമൻറ്റഡ് ആണ്. അതായത് നമ്മുടെ ഇൻഫോർമേഷന് നമുക്ക് എന്താണോ കാണേണ്ടത് നമ്മുടെ ഒരു ഇൻഫോർമേഷന് വേണ്ടി മാത്രമാണ് ഈ കമൻറ്റഡ് ലൈൻ ഇടുന്നത്. ഓക്കെ, ഞാൻ സേവ് ചെയ്തു, ഒന്നും കൂടെ റൺ ചെയ്തു. അത് സ്റ്റാർട്ട് പ്രസ് ചെയ്തു. അവിടെ എന്താ സംഭവിച്ചത്? റൺ ചെയ്ത് ഒരു കൺസോൾ വിൻഡോ വന്ന് പെട്ടെന്ന് ക്ലോസ് ആയിപ്പോയി. അത് അവോയ്ഡ് ചെയ്യാനായിട്ട്, അതായത് നമുക്ക് വേണ്ടത് കൺസോൾ വിൻഡോ വന്നിട്ട് അത് അവിടെ നിൽക്കണം. അങ്ങനെ കുറച്ച് നേരം നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺസോൾ ഡോട്ട് റീഡും കൂടെ കൊടുക്കുന്നത്. റീഡ് കൊടുത്ത് കഴിഞ്ഞാൽ പക്ഷെ ഇവിടെ ഒരു എറർ അടിക്കും. കണ്ടോ, നോക്കി എന്താണ് എക്സ്പെക്റ്റഡ്. കാരണം എന്താ, റീഡിന് സെമിക്കോളൻ വേണം. നേരെ കമൻറ്റഡ് ലൈൻ ആയതുകൊണ്ടാണ് അവിടെ സെമിക്കോളൻ ഇല്ലാഞ്ഞിട്ടും എറർ അടിക്കുന്നത്. ഓക്കെ, സേവ് ചെയ്യുക, റൺ ചെയ്യുക. ഓക്കെ, മൈ ഫസ്റ്റ് കൺസോൾ ആപ്ലിക്കേഷൻ. ഇനി ഇതിനകത്ത് 1-2 കാര്യം. നമ്മളെ കോഡ് നോക്കിക്കഴിഞ്ഞാൽ സിസ്റ്റം ഡോട്ട് കൺസോൾ ഡോട്ട് റൈറ്റ് ലൈൻ, സിസ്റ്റം ഡോട്ട് കൺസോൾ ഡോട്ട് റീഡ്. ഇതിൽ സിസ്റ്റം എന്ന് പറയുന്നതാണ് ഒരു നെയിം സ്പേസ് ആണ്. അതായത് ബ്ലാക്ക് കളർ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു നെയിം സ്പേസ് ആണ്. അതിനകത്ത് ഒരു ക്ലാസ് ആണ്, ക്ലാസ്സിനകത്ത് ഒരു മെത്തേഡ്. ഇങ്ങനെയാണ് പറയുന്നത്. ഒരു നെയിം സ്പേസിനകത്ത്, ഒരു ക്ലാസ്സിനകത്ത് ഒരു മെത്തേഡിനകത്താണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. പാരാമീറ്റർ ആയിട്ട് എന്താണോ പ്രിന്റ് ചെയ്യേണ്ടത് ആ സംഭവം ഞാൻ പറഞ്ഞു കൊടുത്തേക്കാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ നെയിം സ്പേസ് എന്ന് പറയുന്നത് ചിലപ്പോൾ പലയിടത്ത്, അപ്പോൾ ഒരുപാട് പ്രിന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് സ്ഥലത്ത് ഈ സിസ്റ്റം യൂസ് ചെയ്യേണ്ടി വരും. അത് ഇവിടെ കൊടുക്കുന്നതിന് പകരം ഇവിടുന്ന് മാറ്റി നമുക്ക് കോമൺ ആയിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, അതെങ്ങനെയാണെന്ന് പറ്റും. അതായത് ഞാനിപ്പോൾ ഇവിടുന്ന് റിമൂവ് ചെയ്ത് കളയുന്നു. അതായത് നെയിം സ്പേസ് മാത്രം. നമ്മളത് ഡിലീറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ എറർ അടിക്കും. കാരണം കൺസോൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇപ്പം ഇതിൻ്റെ കമ്പൈലറിന് അറിയത്തില്ല. ഓക്കെ, അതിനറിയണമെങ്കിൽ സിസ്റ്റം ഡോട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അത് സിസ്റ്റത്തിനകത്തുള്ള ഒരു ക്ലാസ് ആണ് കൺസോൾ. അപ്പം ഇവിടെ ഇപ്പം നമ്മുടെ നെയിം സ്പേസ് ഇല്ല. അപ്പം നെയിം സ്പേസ് ഇടാൻ വേണ്ടി കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഏറ്റവും ടോപ്പിൽ ആ നെയിം സ്പേസിനെ കൊണ്ടുവരാൻ പോവാണ്. അപ്പോൾ അതിനെ അവിടെ ഞാൻ സ്പെസിഫൈ ചെയ്യുന്നതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസിങ് ആ നെയിം സ്പേസ് എന്തായിരുന്നു നെയിം സ്പേസ് സിസ്റ്റം. ഓക്കെ, ഇനി എന്താണ് നമ്മളെ C# നമ്മൾ പറഞ്ഞത് പ്രകാരം സിൻറ്റാക്സ് വെച്ചിട്ട് ഓരോ ലൈൻ എൻഡ് ചെയ്യുമ്പോഴും സെമിക്കോളൻ കൊടുക്കണം. യൂസിങ് സിസ്റ്റം ഞാനിവിടെ കൊടുത്തു കഴിയുമ്പോൾ ആ എറർ ഇവിടുന്ന് പോയി. അപ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പിൽ നമ്മൾ കോമൺ ആയിട്ട്, അതായത് നെയിം സ്പേസ് എപ്പോൾ എവിടെ നമ്മുടെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്താലും അത് കോമൺ ആയിട്ട് മുകളിൽ കൊടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾ ചോദിക്കും ഈ നെയിം സ്പേസോ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ കോഡിൻ്റെ നെയിം സ്പേസ് ആണ്. ഓക്കെ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ നമ്മൾ ഇതിനകത്തോട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന വേറെ നെയിം സ്പേസ് ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഒരു കൺക്ലൂഷനായിട്ട് പറഞ്ഞാൽ നമ്മൾ ഇന്നെന്താണ് പഠിച്ചത്? നമ്മൾ എങ്ങനെ വിഷ്വൽ സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യാം, അതെങ്ങനെ ഓപ്പൺ ചെയ്യാം, എങ്ങനെ ഒരു പുതിയ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം, ആ പ്രോജക്റ്റിനകത്ത് നമുക്ക് എങ്ങനെ
കൺസോളിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻറ്റ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ടു. ഇനി ബാക്കി അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ വിഷ്വൽ സ്റ്റുഡിയോ ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഉണ്ട്. ഇനി ഞാൻ നെയിംസ്പേസിനെ പറ്റി പറഞ്ഞിരുന്നു. നെയിംസ്പേസ് എന്തായിരുന്നു? അതായത് നമ്മുടെ കോഡ് ഓർഗനൈസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നെയിംസ്പേസ് യൂസ് ചെയ്യുക. നെയിംസ്പേസ് is a collection of classes, interface, struct, enum and delegates. Thank you.